Hello everyone, welcome to lecture 6 of second semester core paper Calculus of Single Variable 1. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് കമ്പൈനിങ് ഫങ്ഷൻസ് ആയിരുന്നു. അതിൽ 3 ടോപ്പിക്സ് ആയിരുന്നു നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത്. അരിത്തമെറ്റിക് ഓപ്പറേഷൻസ്, കോമ്പോസിഷൻ ആൻഡ് ഗ്രാഫ്സ്. അതിൽ അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. ആൻഡ് കോമ്പോസിഷൻ ഓഫ് ഫങ്ഷൻസ് എന്താണ് എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇന്ന് അതിൻ്റെ ബാക്കിയുള്ള പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം. സോ കോമ്പോസിഷൻ ഓഫ് ഫങ്ഷൻസ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ജി ആൻഡ് എഫ് എന്ന് പറഞ്ഞ രണ്ട് ഫങ്ഷൻസ് ഉണ്ടെങ്കിൽ ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സിന് നമുക്ക് ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ് എഴുതാം. വേർ ഡൊമെയിൻ ഓഫ് ദിസ് ഫങ്ഷൻ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ വാല്യൂസ് ഓഫ് എക്സ് ഫോർ വിച്ച് ജി കോമ്പോസിഷൻ എഫ് ഇസ് ഡിഫൈൻഡ് അല്ലേ, അതിനെ നമ്മൾ ഡൊമെയിൻ ഓഫ് ദിസ് ഫംഗ്ഷൻ എന്നുള്ളതുപോലെ പറയാം. ആൻഡ് ആ വാല്യൂസ് കാണാനുള്ള ഒരു മെത്തേഡാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. വാല്യൂസ് എങ്ങനത്തെ വാല്യൂസ് ആയിരിക്കും എന്നുള്ളതാണ് ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. കോമ്പോസിഷൻ ഓഫ് ടു ഫംഗ്ഷൻസ് ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എഴുതണം. ഇതാണ് ഇതിൻ്റെ ഡെഫിനിഷൻ വരുന്നത്. സോ ഡൊമെയിൻ ഓഫ് ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ എക്സ് ഇൻ ദ ഡൊമെയിൻ ഓഫ് എഫ് ഫോർ വിച്ച് എഫ് ഓഫ് എക്സ് ഇസ് ഇൻ ദ ഡൊമെയിൻ ഓഫ് ജി. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് നോക്കാം. സോ എക്സാമ്പിൾ 2, let f and g be functions defined by f of x is equal to x plus 1 and g of x is equal to root x. Find the functions g composition f and f composition g. What is the domain of g composition f? നമുക്ക് f composition g ൻ്റെയും ഡൊമെയിൻ കാണാം. ഇത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങൾ ഡെഫിനിഷൻ കണ്ടിട്ട് അന്തപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ആക്ച്വലി ജി കോമ്പോസിഷൻ എഫും എഫ് കോമ്പോസിഷൻ ജിയും ഫംഗ്ഷൻസ് എന്താണെന്നുള്ളത് നോക്കിയാൽ തന്നെ അതിൽ നിന്ന് തന്നെ നമുക്ക് ഡയറക്റ്റ് ഡൊമെയിൻ പറയാൻ പറ്റും. ഓക്കെ, സോ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇവിടെ എക്സ് പ്ലസ് 1 ആണെന്ന് തന്നിട്ടുണ്ട്. ആൻഡ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് റൂട്ട് എക്സ് ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. ഇനി ജി കോമ്പോസിഷൻ എഫ് ആണ് ആദ്യം ചോദിച്ചിട്ടുള്ളത്. സോ അത് കാണാം. ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സിനെ നമ്മൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ വാല്യൂ വരിക ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇവിടെ എക്സ് പ്ലസ് 1 ആണ്. അത് ഞാൻ അകത്ത് കൊടുക്കുകയാണ് കേട്ടോ. സോ ജി ഓഫ് എക്സ് പ്ലസ് 1 എന്ന് വരും. ആൻഡ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് റൂട്ട് എക്സ് ആണ്. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ജി ഓഫ് എക്സ് റൂട്ട് എക്സ് ആണെങ്കിൽ ജി ഓഫ് വൈ എന്ത് വരും? റൂട്ട് വൈ വരും. ജി ഓഫ് സെഡ് എന്ത് വരും? റൂട്ട് സെഡ് വരും അല്ലേ. അപ്പോൾ ഈ ഇതിനകത്ത് എന്ത് കൊടുത്താലും അതിൻ്റെ റൂട്ടാണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുക. ഓക്കെ, അപ്പോൾ ജി ഓഫ് എക്സ് പ്ലസ് 1 എന്ത് വരും? റൂട്ട് ഓഫ് എക്സ് പ്ലസ് 1 വരും. അങ്ങനെയാണ് കേട്ടോ വാല്യൂ നമ്മൾ നോക്കാം. ഇവിടെയുള്ള വേരിയബിളിന് ഇവിടെ എന്താണോ ചേഞ്ച് വരുന്നത് അത് നമ്മൾ ഇതിനകത്തുള്ള വാല്യൂവിന് കൊടുക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എക്സ് പ്ലസ് 1 ആണെന്ന് കിട്ടി. ഇനി ഇതിൻ്റെ ഡൊമെയിൻ കാണാൻ ഈ ഫംഗ്ഷനെ മാത്രം നോക്കിയാൽ മതി അല്ലേ. ഈ ഫംഗ്ഷൻ്റെ ഡൊമെയിൻ എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ റൂട്ടിനകത്തുള്ള വാല്യൂ ആണ്. റൂട്ട് ഓഫ് ഒരു ഫംഗ്ഷനാണ്. അതിൻ്റെ ഡൊമെയിൻ എന്ന് പറയുന്നത് ഈ അകത്തുള്ള വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആവുന്ന തരത്തിലുള്ള എക്സുകളുടെ കളക്ഷൻ ആയിരിക്കും അല്ലേ. അതായത് എക്സ് പ്ലസ് 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആവുന്ന തരത്തിലുള്ള എക്സുകളുടെ വാല്യൂ. എക്സ് പ്ലസ് 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -1 വരും. +1 ഇപ്പുറത്തേക്ക് വരുമ്പോൾ. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -1 ആയിട്ടുള്ള വാല്യൂസിൻ്റെ കളക്ഷൻ ആയിരിക്കും ജി കോമ്പോസിഷൻ എഫിൻ്റെ ഡൊമെയിൻ വരിക. ഇതിൻ്റെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻ്റർവെല്ലായിട്ട് എങ്ങനെ എഴുതുക? -1 തൊട്ട് അങ്ങോട്ട് പോസിറ്റീവ് ആയിട്ടുള്ള -1നേക്കാളും വലുതായിട്ടുള്ള വാല്യൂസ് എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ -1 തൊട്ട് ഇങ്ങോട്ട് ഇൻഫിനിറ്റി വരെയുള്ള വാല്യൂസ് എല്ലാം എടുക്കാം. സോ ഡൊമെയിൻ എന്ന് പറയുന്നത് ഇവിടെ ക്ലോസ്ഡ് ഇൻ്റർവെൽ -1 ടു ഓപ്പൺ ഇൻഫിനിറ്റി ആയിരിക്കും വരിക. അപ്പം ഫസ്റ്റ് ഫംഗ്ഷൻ്റെ ഡൊമെയിൻ എന്ന് പറയുന്നത് ക്ലോസ്ഡ് -1 ഓപ്പൺ ഇൻഫിനിറ്റി ആണ് എന്നുള്ളത് നമുക്ക് കിട്ടും. ഇനി അടുത്തത് എഫ് കോമ്പോസിഷൻ ജി ആ വേണ്ടേ. എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സിനെ നമ്മൾ എങ്ങനെ എഴുതാം? എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്യും. വിച്ച് ഇസ് എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താ? റൂട്ട് എക്സ് ആണ് അല്ലേ. ആൻഡ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് എപ്പോഴും എക്സ് പ്ലസ് 1 ആണ് എന്നാണ് നമുക്ക് തന്നിട്ടുള്ളത്. സോ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 1 ആണ് എന്നുണ്ടെങ്കിൽ എഫ് ഓഫ് വൈ എന്താ വരിക? വൈ പ്ലസ് 1 വരും. എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ സെഡ് പ്ലസ് 1 വരും. സോ എഫ് ഓഫ് റൂട്ട് എക്സ് എന്ന് പറയുന്നത് റൂട്ട് എക്സ് പ്ലസ് 1 വരും എന്നുള്ളത് പോലെ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ ഫംഗ്ഷനിൽ എഫ് ഓഫ് എക്സിന് എക്സ് പ്ലസ് 1 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നിട്ടുള്ള വേരിയബിൾ എന്താണോ അതിനെ ഇവിടുത്തെ വേരിയബിൾ വെച്ച് റീപ്ലേസ് ചെയ്യുക. ഇവിടെ തന്നിട്ടുള്ള ഫംഗ്ഷൻ റൂട്ട് എക്സ് ആണ്. ഇവിടെ എവിടെയൊക്കെ എക്സ് വരുന്നുണ്ടോ അതിനൊക്കെ റൂട്ട് എക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്യും. സോ റൂട്ട് എക്സ് പ്ലസ് 1 എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഫംഗ്ഷൻ കിട്ടും. സോ എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ് റൂട്ട് എക്സ് പ്ലസ് 1 ആണെന്ന് കിട്ടി. ഇനി അതിൻ്റെ ഡൊമെയിൻ കാണാൻ എന്ത് ചെയ്താൽ മതി? ഈ ഫംഗ്ഷനെ നോക്കിയാൽ മതി. +1 നമുക്ക് പ്രശ്നമില്ലാത്ത കാര്യമാണ്. പക്ഷേ റൂട്ട് എക്സ് നമുക്കൊരു പ്രശ്നമാണ് അല്ലേ. റൂട്ട് എക്സ് എന്ന് പറയുന്നത് എവിടേക്കാണ് ഡിഫൈൻഡ് ആവണേ? എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 മാത്രമേ ഡിഫൈൻഡ് ആവുള്ളൂ. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിട്ടുള്ള വാല്യൂസിനൊക്കെ ഈ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആണെന്ന് നമുക്ക് പറയാം. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ 0 തൊട്ട് അങ്ങോട്ട്
ഇൻഫിനിറ്റി വരെയുള്ള വാല്യൂസ് എല്ലാം എടുക്കാം. സോ ഡൊമെയിൻ എന്ന് പറയുന്നത് എന്ത് വരും? ക്ലോസ്ഡ് 0 ഓപ്പൺ ഇൻഫിനിറ്റി വരും. സോ ഇതിൻ്റെ ഡൊമെയിൻ എഫ് കോമ്പസിഷൻ ജിയുടെ ഡൊമെയിൻ ക്ലോസ്ഡ് 0 ഇൻഫിനിറ്റി ആണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സോ അതിൻ്റെ എക്സ്പ്ലനേഷനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അത് ജസ്റ്റ് വായിച്ച് നോക്കുക കേട്ടോ. ഇനി ജനറലി ഈ കാര്യം പറയുവാണ്, ജി കോമ്പസിഷൻ എഫും എഫ് കോമ്പസിഷൻ ജിയും എല്ലാ കേസിലും ഈക്വൽ ആയിക്കൊള്ളണമെന്നില്ല. ഈക്വൽ ആവുന്ന തരത്തിലുള്ള ഫംഗ്ഷൻസ് ഉണ്ട്. എല്ലാ കേസിലും അത് ഈക്വൽ ആയിക്കൊള്ളണമെന്നില്ല. അങ്ങനെ ഈക്വൽ ആവാത്തൊരു എക്സാമ്പിളാണ് നമ്മളിപ്പോൾ നോക്കിയിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പം അതിൻ്റെ കാര്യം പറയുകയാണ്. അപ്പം ജി കോമ്പസിഷൻ എഫ് ആണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് എഫ് ആണ് അപ്ലൈ ചെയ്യുക, അത് കഴിഞ്ഞിട്ട് ജി ആണ് ചെയ്യുക. കാരണം ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്നുള്ള പോലെയല്ലേ നമ്മൾ എഴുതാം. ആദ്യം എഫ് ഓഫ് എക്സ് എന്താണെന്നുള്ളത് നോക്കും, എന്നിട്ടേ ജി എന്ന് പറഞ്ഞ ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുള്ളൂ. അതേപോലെ തന്നെ എഫ് കോമ്പസിഷൻ ജി ഓഫ് എക്സ് ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ജി ഓഫ് എക്സ് അപ്ലൈ ചെയ്തിട്ട് പിന്നെ എഫ് ഓഫ് എക്സ് അപ്ലൈ ചെയ്യുക. അപ്പം ആ ഒരു അത് മാറിപ്പോകരുത് എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടുള്ളൊരു നോട്ടാണ് കേട്ടോ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, എഫ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ എക്സ് എന്ന് പറഞ്ഞിട്ട്, ആൻഡ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് 1 - 2x എന്ന് തന്നിട്ടുണ്ട്. ജി കോമ്പസിഷൻ എഫും എഫ് കോമ്പസിഷൻ ജിയും അതിൻ്റെ ഡൊമെയിനും കാണാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ എഫ് എന്ന് ജി കോമ്പസിഷൻ എഫ് ഫസ്റ്റ് കാണാം. ജി കോമ്പസിഷൻ എഫ് എന്ന് പറയുന്നത് ജി ഓഫ് എഫ് ഓഫ് എക്സ് ആണ് അല്ലേ, വിച്ച് ഇസ് ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുള്ള സൈൻ എക്സ് ആണ്. സോ ജി ഓഫ് സൈൻ എക്സ് ആണ് നമുക്ക് കാണണ്ടേ. ജി ഓഫ് സൈൻ എക്സ് നമ്മൾ എങ്ങനെയാണ് കാണാം? ഇപ്പോൾ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് 1 - 2x ആണ്. അപ്പം ജി ഓഫ് സൈൻ എക്സ് എന്ന് പറയുന്നത് ഇവിടെ എക്സ് ഉള്ള പൊസിഷനിൽ എന്ത് വെച്ച് റീപ്ലേസ് ചെയ്താൽ മതി? സൈൻ എക്സ് വെച്ച് റീപ്ലേസ് ചെയ്താൽ മതി അല്ലേ. സോ അതായത് 1 - 2 × എക്സിന് പകരം സൈൻ എക്സ് വരും. ഇതായിരിക്കും നമ്മുടെ ജി കോമ്പസിഷൻ എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വരിക. സൈൻ എക്സ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം എല്ലാ വാല്യൂവിനും ഡിഫൈൻഡ് ആയിട്ടുള്ള ഫംഗ്ഷനാണ് അല്ലേ. അപ്പം ഇതിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. ഇതിൻ്റെ എക്സ് എന്ന് പറഞ്ഞ വാല്യൂ -∞ തൊട്ട് ഇൻഫിനിറ്റി വരെ ഏത് വാല്യൂ കൊടുത്താലും സൈൻ എക്സ് ആക്ച്വലി ഡിഫൈൻഡ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഡൊമെയിനായിട്ട് നമുക്ക് എന്ത് പറയാം? -∞ to ഇൻഫിനിറ്റി എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. ഇനി അതേപോലെ എഫ് കോമ്പസിഷൻ ജി കാണാൻ പറഞ്ഞിട്ടുണ്ട്. എഫ് കോമ്പസിഷൻ ജി എന്താ വരിക? എഫ് കോമ്പസിഷൻ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് ജി ഓഫ് എക്സ് വരും. ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇവിടെ 1 - 2x ആണ്. സോ അത് ഞാൻ കൊടുക്കുകയാണ്. സോ എഫ് ഓഫ് 1 - 2x എന്ന് വരും. ഇനി എഫ് ഓഫ് ഈ വാല്യൂ എന്താണെന്നുള്ളത് നമുക്ക് നോക്കണ്ടേ. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് സൈൻ എക്സ് ആണ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ എഫ് ഓഫ് വൈ എന്ന് പറഞ്ഞാൽ സൈൻ വൈ വരും. ഇവിടെ എന്ത് തന്നെ വന്നാലും സൈൻ ഓഫ് ആ വാല്യൂ ആയിരിക്കും ഈ ഫംഗ്ഷൻ എടുക്കുക അല്ലേ. അപ്പോൾ ഇവിടെ എഫ് ഓഫ് 1 - 2x കാണാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ 1 - 2x അപ്പം സൈൻ എക്സിന് പകരം സൈൻ എക്സിൽ എക്സിന് പകരം 1 - 2x റീപ്ലേസ് ചെയ്താൽ മതിയാവും അല്ലേ. സോ സൈൻ ഓഫ് 1 - 2x എന്ന് പറഞ്ഞ് വരും. അതായത് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് ആണ്, എഫ് ഓഫ് വൈ എന്ന് പറഞ്ഞാൽ സൈൻ വൈ ആണ്. സോ എഫ് ഓഫ് 1 - 2x എന്ന് പറഞ്ഞാൽ സൈൻ ഓഫ് 1 - 2x വരും. ഇനി സൈൻ ഓഫ് 1 - 2xനും പ്രത്യേകിച്ച് കൺസ്ട്രെയിൻസ് ഒന്നും വരില്ല. കാരണം സൈൻ എന്ന് പറയുന്നത് ഏത് വാല്യൂവിനും ഡിഫൈൻഡ് ആണ്. സോ ഈ 1 - 2x എന്ത് വാല്യൂ ആയാലും, എക്സിന് ഏത് വാല്യൂ കൊടുത്താലും 1 - 2x എന്ത് വാല്യൂ ആയാലും സൈൻ എക്സ് ഡിഫൈൻഡ് ആണ്. സോ ഇതിൻ്റെ ഡൊമെയിനും എന്ത് വരും? -∞ തൊട്ട് ഇൻഫിനിറ്റി വരെയുള്ള എല്ലാ വാല്യൂസും വരും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സൈനിൻ്റെയും കോസിൻ്റെയും കേസിലൊക്കെ അങ്ങനെ തന്നെയാണ് വരിക. അതെല്ലാ വാല്യൂസിനും ഡിഫൈൻഡ് ആണ്. ബാക്കി ഫംഗ്ഷൻസിനാണ് കുറച്ച് ചേഞ്ചസ് വരിക. ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിന് കുറച്ചൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് കരുതുന്നു. സോ ഇനി അടുത്തൊരു പ്രോബ്ലം നോക്കാം. അപ്പോൾ ഇതിൻ്റെ ആൻസറാണ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്, അപ്പോൾ ഇത്രയും നേരം നമുക്ക് 2 ഫംഗ്ഷൻ തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കോമ്പോസിഷൻ കാണാനാണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് തന്നിട്ടുള്ളത് ഒരു കോമ്പോസിഷൻ ഫംഗ്ഷനാണ്. അതിനകത്തുനിന്ന് ജിയും എഫും എന്താണെന്നുള്ളത് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പം ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു x + 2⁴ എന്ന് തന്നിട്ടുണ്ട്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ജി കോമ്പോസിഷൻ എഫ് നമുക്ക് തന്നിട്ടുണ്ട്. അതിനകത്തുനിന്ന് ജിയും എഫും എന്താണെന്നുള്ളത് കാണാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ജി കോമ്പോസിഷൻ എഫ് ഈക്വൽ ടു ക്യാപിറ്റൽ എഫ് തന്നിട്ടുണ്ട്. അപ്പം എഫ് എന്ന് പറയുന്നത് ജി കോമ്പോസിഷൻ എഫ് ആണ് നമുക്ക് തന്നിട്ടുണ്ട്. സോ ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് x + 2⁴ ആണ്. ഇനി ജി കോമ്പോസിഷൻ എഫ് നമ്മളിങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നേ ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ ജി ഓഫ് എഫ് ഓഫ് എക്സ് ആണ് x + 2⁴ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇപ്പം ഇതിൽ ജനറലായിട്ട് നമ്മൾ സാധാരണ ഇങ്ങനൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഡീകമ്പോസ് ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ, എക്സിൻ്റെ കൂടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള വാല്യൂ ഇല്ലേ, എക്സിൻ്റെ കൂടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഫംഗ്ഷനെ നമ്മൾ ഏറ്റവും ഉള്ളിലത്തെ ഫംഗ്ഷനായിട്ട് എടുക്കും. ഇപ്പോൾ ജി കോമ്പോസിഷൻ എഫ് ആണെങ്കിൽ ഈ ഏറ്റവും ഉള്ളിലത്തെ ഫംഗ്ഷൻ എഫ് ആണ്. അപ്പോൾ എഫ് ആയിട്ട് നമ്മൾ x + 2 ചൂസ് ചെയ്യും.
എന്നിട്ട് അതിന് പിന്നെന്താ അതിൻ്റെ ക്യാരക്ടർ വരുന്നതെന്നുള്ളതിനനുസരിച്ചാണ് നമ്മൾ പുറത്തുള്ള ഫംഗ്ഷൻസിനെ ചൂസ് ചെയ്യുക. സോ എക്സ് എന്ന് പറഞ്ഞ വാല്യൂവിനെ ഞാൻ എടുത്തു. എക്സിൻ്റെ കൂടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ വാല്യൂ എന്ന് പറയുന്നത് x+2 എന്ന് പറഞ്ഞ ഫംഗ്ഷനായിട്ടാണ് വരുന്നത്. സോ ആ x+2നെ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ എഫ് എന്ന് പറഞ്ഞ ഉള്ളിലുള്ള ഫംഗ്ഷനായിട്ട് എടുത്തു കേട്ടോ. അപ്പോൾ x+2നെ ഞാൻ എഫ് ആയിട്ട് എടുത്തെങ്കിൽ ഇതെങ്ങനെ വരും? റീപ്ലേസ് ചെയ്യാണ് f(x⁴) എന്ന് പറഞ്ഞ് എനിക്ക് എഴുതാം. അപ്പോൾ നോക്കിയാൽ g(f(x) എന്ന് പറയുന്നത് f(x⁴) എന്നുള്ള പോലെ എനിക്ക് കിട്ടിയത്. അതായത് ഇപ്പോൾ ഞാൻ f(x)ന് വരെ എക്സ് കൊടുത്താലോ, സപ്പോസ് y കൊടുത്താലോ, g(f(x) എന്ന് പറയുന്നത് f(x⁴) ആണ്. അങ്ങനെയാണെങ്കിൽ g(y) എന്ന് പറയുന്നത് y⁴ വരില്ലേ? ഈ അകത്തുള്ള വാല്യൂവിനല്ലേ ചേഞ്ച് വരുള്ളൂ. സോ g(x) എന്ന് പറയുന്നത് എന്ത് വരും? x⁴ വരും. അപ്പോൾ നമുക്ക് രണ്ട് ഫംഗ്ഷനും കിട്ടി. f(x) എന്ന് പറയുന്നത് x+2ഉം g(x) എന്ന് പറയുന്നത് x⁴ എടുത്താൽ g കോമ്പോസിഷൻ f എന്ന് പറയുന്നത് x+2⁴ എന്ന് കിട്ടും. അപ്പം അതിനെ അത്തരത്തിൽ സ്പ്ലിറ്റ് ചെയ്താൽ മതി. ഒരു കാര്യം ഓർക്കേണ്ടതുള്ളൂ, അതിൻ്റെ ഉള്ളിലത്തെ വാല്യൂ ഏതാണെന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് സ്പ്ലിറ്റ് ചെയ്യുക. സോ x+2⁴ എന്ന് ഫംഗ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ എക്സിൻ്റെ കൂടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള വാല്യൂവിനെയാണ് നമ്മൾ അകത്തുള്ള ഫംഗ്ഷനായിട്ട് എടുക്കുക. അതായത് രണ്ടാമത്തെ ഫംഗ്ഷൻ f(x)നെ നമ്മൾ x+2 ആയിട്ട് എടുത്തു. എന്നിട്ട് അത് വെച്ചിട്ട് എന്താ ക്യാരക്ടർ വരുന്നത് എന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മൾ ജീനെ എടുക്കുക. അതായത് g(f(x)നെ നമ്മൾ എഴുതുമ്പം അപ്പം f(x⁴) എന്ന് വരും. അപ്പോൾ ഇതിനകത്ത് നിന്ന് നമുക്ക് g(y) എന്ന് പറയുന്നത് y⁴ എന്ന് പറയാം. അതായത് g(x) എന്ന് പറയുന്നത് x⁴ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അങ്ങനെ രണ്ട് ഫംഗ്ഷൻസ് നമുക്ക് കിട്ടും. ഓക്കെ, സോ ഇത്തരത്തിൽ നമുക്ക് ഇങ്ങനത്തെ ഫംഗ്ഷൻസ് തിരിച്ച് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇൻ കാം വാട്ടേഴ്സ് ഓയിൽ സ്പില്ലിംഗ് ഫ്രം ദ റപ്ചേർഡ് ഹൾ ഓഫ് എ ഗ്രൗണ്ടഡ് ടാങ്കർ സ്പ്രെഡ്സ് ഇൻ ഓൾ ഡയറക്ഷൻസ്. Assuming that the area polluted is a circle and that its radius is increasing at the rate of 2 feet per second, find the area as a function of time. ഇതാണ് നമ്മളോട് ചോദിച്ചിട്ടില്ല. ഇത് നമുക്ക് കോമ്പസിഷൻ ഓഫ് ഫംഗ്ഷൻസ് യൂസ് ചെയ്തിട്ടാണ് കാണാൻ പറ്റുക. സോ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. നമുക്ക് ഓയിൽ സ്പില്ല് ചെയ്യുന്നുണ്ട് എന്നുള്ള പറഞ്ഞിട്ടുള്ളത് അത് സർക്കുലാർ ഫോമിലാണ് ഓയിൽ സ്പില്ലായി പോകുന്നത്. ആ സർക്കിളിൻ്റെ റേഡിയസ് ആക്ച്വലി ഈസ് ഇൻക്രീസിങ് അറ്റ് എ റേറ്റ് ഓഫ് 2 feet per second എന്നുള്ള പോലെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനീഷ്യലി ഇതിന് ഓയിലൊന്നും സ്പില്ല് ചെയ്യാത്ത കേസിൽ നമുക്ക് എന്തായിരുന്നു? 0 ആയിരുന്നു ഈ സർക്കിളിൻ്റെ റേഡിയസ് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ അടുത്ത സെക്കൻഡിൽ ഓരോ സെക്കൻഡിൽ 2 feet കൂടുന്നുണ്ട് റേഡിയസ് എന്നുള്ള പോലെയല്ലേ പറഞ്ഞിട്ടില്ലേ? റേഡിയസ് ഇസ് ഇൻക്രീസിങ് അറ്റ് എ റേറ്റ് ഓഫ് 2 feet per second എന്ന് പറഞ്ഞാൽ ഓരോ സെക്കൻഡിൽ 2 feet കൂടുന്നുണ്ട്. അപ്പോൾ 1 second കഴിയുമ്പോൾ ഇത് 2 feet ആയി റേഡിയസിൻ്റെ ചേഞ്ച് ആണ് കേട്ടോ പറയുന്നത്. ആൻഡ് 2 second ആയപ്പോഴത്തേക്കും, അതായത് അടുത്ത ഒരു സെക്കൻഡ് കൂടിയപ്പോഴത്തേക്കും 2 + 2 feet ആയി, അതായത് 4 feet ആയി. ഇനി അടുത്ത 3 second ആകുമ്പോഴത്തേക്കും വീണ്ടും 2 feet കൂടി. ഓരോ സെക്കൻഡിൽ 2 feet വീതം കൂടുന്നുണ്ട് എന്നുള്ള പോലെയാണ് പറയുന്നത്. അപ്പോൾ ഇതിന് ആക്ച്വലി നമുക്ക് ഇത് ഫസ്റ്റ് സെക്കൻഡിൽ 2 feet ആയി, സെക്കൻഡിൽ 2 × 2 4 feet ആയി എന്ന് പറയാം. തേർഡ് സെക്കൻഡിൽ 2 × 3 6 feet ആയി എന്നുള്ളത് പോലെ നമുക്ക് പറയാൻ പറ്റും. അപ്പം നോക്കിയേ, ഓരോ സെക്കൻഡ് കൂടുമ്പോഴും ഇത് ഡബിൾ ആവുകയല്ലേ ചെയ്യുന്നത്. ഇപ്പം ഫസ്റ്റ് സെക്കൻഡിൽ 2 × 1 എന്നുള്ള പോലെ, സെക്കൻഡിൽ 2 × 2, തേർഡ് സെക്കൻഡിൽ 2 × 3. അപ്പോൾ അതായത് t സെക്കൻഡ്സ് മൂവ് ചെയ്യുമ്പോൾ 2t ആയിട്ടാണ് ഈ റേഡിയസ് ഇൻക്രീസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് പറയാം. അപ്പോൾ റേഡിയസ് ഫംഗ്ഷൻ എനിക്ക് അങ്ങനെ ഡിഫൈൻ ചെയ്തുകൂടെ? റേഡിയസ് ഫംഗ്ഷനായിട്ട് ഇപ്പോൾ സപ്പോസ് ഞാൻ f(t) റേഡിയസ് ആണ് എന്നുള്ള പോലെ എടുക്കുകയാണെങ്കിൽ അത് ഓരോ t ഇൻക്രീസ് ചെയ്യുമ്പോൾ 2t ആകണു എന്നുള്ള പോലെ എനിക്ക് പറയാൻ പറ്റും. സോ f(t) = 2t എന്ന് ഞാൻ ഡിഫൈൻ ചെയ്തു. ഇത് റേഡിയസ് ആണ് കേട്ടോ. റേഡിയസിനെ ഞാൻ ഫംഗ്ഷൻ ഓഫ് t ആയിട്ട് എടുത്തതാണ്. ഇപ്പോൾ നമുക്ക് ഏരിയനെ ഫംഗ്ഷൻ ഓഫ് t ആയിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ ഫസ്റ്റ് റേഡിയസിനെ ഫംഗ്ഷൻ ഓഫ് t ആക്കിയതാണ്. ഇപ്പോൾ റേഡിയസ് ഓരോ സെക്കൻഡിലും 2t ആകുന്നുണ്ട് എന്നുള്ള പോലെ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പം t സെക്കൻഡ് എടുത്തു കഴിഞ്ഞാൽ 2t ആയിരിക്കും റേഡിയസ് വരിക എന്നുള്ള പോലെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ റേഡിയസിനെ f(t) ആയിട്ട് എഴുതി. ഇനി നമുക്ക് ഏരിയനെ പറയണം. ഏരിയ ഓഫ്, ഇപ്പോൾ ഇത് സർക്കിൾ ആണെന്നുള്ളത് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. ഏരിയ എന്ന് പറയുന്നതിന് ഇപ്പോൾ ഞാൻ g എന്ന് പറഞ്ഞ ഫംഗ്ഷൻ റേഡിയസ് വെച്ചിട്ടാണ് ഏരിയയുടെ ഫംഗ്ഷൻ വാല്യൂ വരിക. ഏരിയ എന്ന് പറയുന്നതിനെ നമുക്ക് πr² എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എഴുതുക അല്ലേ. അത് r ഇൻക്രീസ് ചെയ്യുന്ന ഡിക്രീസ് ചെയ്യുന്ന ആറിൻ്റെ വാല്യൂ വേരി ചെയ്യുന്നതിനനുസരിച്ച് വേരി ചെയ്യുന്ന ഫംഗ്ഷൻ ആയതുകൊണ്ട് ഞാൻ g(r) എന്നുള്ള പോലെ ഫംഗ്ഷനായിട്ട് എടുത്തതാണ് കേട്ടോ.
അപ്പോൾ ജി ഓഫ് ആർ ഇസ് ഈക്വൽ ടു പൈ ആർ സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഏരിയനെ ഡിഫൈൻ ചെയ്യാം. ആൻഡ് നമുക്കുള്ളത് റേഡിയസ് ആർ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ടി ആണ് നമുക്കറിയാം, വിച്ച് ഇസ് 2t എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ ഈ ഒരു വാല്യൂ ഞാൻ ഇവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഏരിയനെ എനിക്ക് ഫംഗ്ഷനും ടി ആയിട്ടല്ലേ കിട്ടണ്ടേ. അപ്പോൾ ഈ റേഡിയസ് മാറി അവിടെ ടി വരണം. അപ്പോൾ റേഡിയസിന് പകരം ഞാൻ എഫ് ഓഫ് ടി എന്ന് പറഞ്ഞ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സോ ഏരിയയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ജി ഓഫ് എഫ് ഓഫ് ടി ആവും അല്ലേ. ആറിന് പകരം ഞാൻ എഫ് ഓഫ് ടി കൊടുത്തു, വിച്ച് ഇസ് ഈക്വൽ ടു പൈ ഇൻറ്റു എഫ് ഓഫ് ടി ദി ഹോൾ സ്ക്വയർ എന്ന് വരും. ഓക്കെ, ആറിന് പകരമൊക്കെ എഫ് ഓഫ് ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി എഫ് ഓഫ് ടിയുടെ വാല്യൂ എന്തായിരുന്നു? 2t ആയിരുന്നു. അപ്പോൾ അത് കൊടുക്കുകയാണ്. പൈ ഇൻറ്റു 2t ദി ഹോൾ സ്ക്വയർ എന്ന് വരും, വിച്ച് ഇസ് ഈക്വൽ ടു പൈ ഇൻറ്റു 4t സ്ക്വയർ എന്ന് വരും. വൃത്തിക്ക് എഴുതിയാൽ 4t സ്ക്വയർ പൈ എന്നുള്ള പോലെ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പം ഏരിയ എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ നോക്കിയേ ജി ഓഫ് എഫ് ഓഫ് ടി എന്നുള്ള ഫോമില വന്നത്. അതെന്ന് പറഞ്ഞാൽ ജി കോമ്പസിഷൻ എഫ് ഓഫ് ടി അല്ല ആക്ച്വലി. സോ ഏരിയ ഫംഗ്ഷനെ നമുക്ക് ജി കോമ്പസിഷൻ എഫ് ഓഫ് ടി കോമ്പസിഷൻ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് കാണാൻ കഴിയും. ആൻഡ് ദ വാല്യൂ ഫംഗ്ഷൻ വിൽ ബി 4t സ്ക്വയർ പൈ. ഓക്കെ, ക്ലിയർ ആയി എന്ന് കരുതുന്നു. സോ അതിൻ്റെ ആൻസർ അവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി കോമ്പസിഷൻ ഫംഗ്ഷൻസിൻ്റെ കാര്യം നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ 2 ഫംഗ്ഷൻ്റെ കോമ്പസിഷൻ്റെ കാര്യം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനി എത്ര ഫംഗ്ഷനിലേക്ക് വേണമെങ്കിലും നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാമെന്ന് കാണിക്കുന്നൊരു റിസൾട്ടാണ്. ഇപ്പം എച്ച് കോമ്പസിഷൻ ജി കോമ്പസിഷൻ എഫ് 3 ഫംഗ്ഷൻസ് ഉണ്ട്. എഫ് ജി എച്ച് കോമ്പസിഷൻ ജി കോമ്പസിഷൻ എഫ് ഓഫ് എക്സിനെ എച്ച് ഓഫ് ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്നുള്ള പോലെ നമുക്ക് എഴുതാൻ പറ്റും. അതായത് എച്ച് കോമ്പസിഷൻ ജി കോമ്പസിഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടാണ് നമുക്കുള്ളത്. അപ്പോൾ ഇതിനെ നമ്മൾ എഴുതുന്നത് എച്ച് കോമ്പസിഷൻ, ഇപ്പോൾ ജി കോമ്പസിഷൻ എഫ് ഓഫ് എക്സിനെ നമ്മൾ എങ്ങനെ എഴുതാം? ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് എഴുതില്ലേ. അപ്പം എച്ച് കോമ്പസിഷൻ ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എച്ച് ഓഫ് ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് വരും. ഓക്കെ, ക്ലിയർ ആയി എന്ന് കരുതുന്നു. ആ ഒരു ഡെഫിനിഷൻ നമുക്ക് എത്ര ഫംഗ്ഷൻസിലേക്ക് വേണമെങ്കിലും എക്സ്റ്റെൻഡ് ചെയ്യാൻ കഴിയും. സോ അത് ബേസ് ചെയ്തിട്ടുള്ള ഒരു ഫംഗ്ഷനാണ്, ക്വസ്റ്റ്യൻ ആണ്. എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട് എക്സ് മൈനസ് പൈ ബൈ 2 ആൻഡ് ജി ഓഫ് എക്സ് 1 പ്ലസ് കോസ് സ്ക്വയർ എക്സ് തന്നിട്ടുണ്ട്. എച്ച് ഓഫ് എക്സ് എന്ന് പറയുന്നത് റൂട്ട് എക്സ് തന്നിട്ടുണ്ട്. എച്ച് കോമ്പസിഷൻ ജി കോമ്പസിഷൻ എഫ് ആണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, സോ എച്ച് കോമ്പസിഷൻ ജി കോമ്പസിഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താ വരിക എന്നുള്ളത് നോക്കാം. ബൈ ഡെഫിനിഷൻ എന്തായിരുന്നു? എച്ച് ഓഫ് ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇതിനകത്ത് ആദ്യം അകത്തുള്ള ഫംഗ്ഷൻ അല്ലേ, അകത്തുള്ള ഫംഗ്ഷനെയാണ് നമുക്ക് വേണ്ടത്. സോ ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇവിടെ എന്താ വരിക? എക്സ് മൈനസ് പൈ ബൈ 2 വരും. സോ എക്സ് മൈനസ് പൈ ബൈ 2 എന്ന് എഴുതി. ഇനി അടുത്തത് ജി ഓഫ് എക്സ് മൈനസ് പൈ ബൈ 2 എന്താണെന്നുള്ളത് നോക്കണം. ഇപ്പോൾ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് 1 പ്ലസ് കോസ് സ്ക്വയർ എക്സ് ആണെന്നുള്ളത് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ജി ഓഫ് എക്സ് 1 പ്ലസ് കോസ് സ്ക്വയർ എക്സ് ആണെങ്കിൽ ജി ഓഫ് വൈ എന്ന് പറയുന്നത് 1 പ്ലസ് കോസ് സ്ക്വയർ വൈ വരും. സിമിലർലി ജി ഓഫ് എക്സ് മൈനസ് പൈ ബൈ 2 എന്ന് പറയുന്നത് 1 പ്ലസ് കോസ് സ്ക്വയർ ഓഫ് എക്സിൻ്റെ പൊസിഷനിൽ എക്സ് മൈനസ് പൈ ബൈ 2 വരും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഉള്ളത് എച്ച് ഓഫ് 1 പ്ലസ് കോസ് സ്ക്വയർ എക്സ് മൈനസ് പൈ ബൈ 2 എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എച്ച് ഓഫ് എക്സ് എന്ന് പറയുന്നത് റൂട്ട് എക്സ് ആണ്. സോ അവിടെ നിന്ന് നമുക്ക് എച്ച് ഓഫ് വൈ എന്ന് പറയുന്നത് റൂട്ട് വൈ ആണ്, എച്ച് ഓഫ് സെഡ് എന്ന് പറയുന്നത് റൂട്ട് സെഡ് ആണ്, അങ്ങനെ പറയാൻ പറ്റൂ അല്ലേ. അപ്പോൾ എച്ച് ഓഫ് ഈ വാല്യൂ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് ഈ വാല്യൂ ആയിരിക്കും എന്നുള്ളത് നമുക്ക് പറയാം. സോ റൂട്ട് ഓഫ് 1 പ്ലസ് കോസ് സ്ക്വയർ ഓഫ് എക്സ് മൈനസ് പൈ ബൈ 2 ഇതായിരിക്കും എന്ത് വരിക? എച്ച് കോമ്പസിഷൻ ജി കോമ്പസിഷൻ എഫ് ഓഫ് എക്സ് വരാം. ക്ലിയർ ആയി കരുതുന്നു. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ആൻസർ അവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്തത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ കോമ്പസിഷൻ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അതിനെ എഫ് ജി എച്ച് എന്ന് പറഞ്ഞ കോമ്പണൻസ് ഏതൊക്കെയാണെന്നുള്ളത് കാണാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പം എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുള്ള എച്ച് കോമ്പസിഷൻ ജി കോമ്പസിഷൻ എഫ് ആയിട്ടാണ്. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? എച്ച് ഓഫ് ജി ഓഫ് എഫ് ഓഫ് എക്സ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്, വിച്ച് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1 ബൈ റൂട്ട് ഓഫ് 2x പ്ലസ് 3 പ്ലസ് 1 എന്നുള്ള പോലെ നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഉള്ളിലുള്ള ഫംഗ്ഷൻ ഉണ്ടല്ലോ എഫ് എന്ന് പറഞ്ഞാൽ, അതിനെ നമ്മൾ എക്സിൻ്റെ കൂടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഫംഗ്ഷനായിട്ട് എടുക്കാം. ഇപ്പോൾ ഇവിടെ എക്സിൻ്റെ കൂടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ 2x പ്ലസ് 3 അല്ലേ. ഇതിനെ ഞാൻ എഫ് ഓഫ് എക്സ് ആയിട്ട് എടുത്തു കേട്ടോ. ഇതിനെ എഫ് ഓഫ് എക്സ് ആയിട്ട് എടുത്തിട്ട് ഞാനിവിടെ റീപ്ലേസ് ചെയ്യുകയാണെ. ഇവിടെ റീപ്ലേസ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? 1 ബൈ റൂട്ട് ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് 1 എന്നുള്ള പോലെ എനിക്ക് കിട്ടും. അപ്പം എച്ച് ഓഫ് ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളത് 1 ബൈ റൂട്ട് ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് 1 ആണ്. ഇനി തൊട്ടടുത്ത ജി ഓഫ് എക്സിനെ
നമുക്കിപ്പോൾ കിട്ടിയ എഫ് ഓഫ് എക്സ് ഉണ്ടല്ലോ, ഈ എഫ് ഓഫ് എക്സിൻ്റെ ഇമ്മീഡിയറ്റ് ഫംഗ്ഷൻ ആയിട്ടാണ് നമ്മൾ ജി ഓഫ് എക്സിനെ എടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യം എഫ് ഓഫ് എക്സിനെ നമ്മൾ എടുക്കുക എക്സിൻ്റെ ഇമ്മീഡിയറ്റ് ഫംഗ്ഷൻ ആയിട്ടാണ്. ഇനി അടുത്തത് ജി ഓഫ് എക്സിനെ എടുക്കുന്നത് എഫ് ഓഫ് എക്സിൻ്റെ ഇമ്മീഡിയറ്റ് ഫംഗ്ഷൻ ആയിട്ടാണ്. എഫ് ഓഫ് എക്സിൻ്റെ ഇമ്മീഡിയറ്റ് ഫംഗ്ഷൻ ഇവിടെ വരുന്നത് റൂട്ട് ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് 1 അല്ലേ. അപ്പോൾ ഞാൻ ജി ഓഫ് എക്സിനെ എങ്ങനെ എടുക്കുകയാണ്, റൂട്ട് ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് 1 ആയിട്ട് എടുക്കുകയാണ് കേട്ടോ. ഇവിടെ റൂട്ട് ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താ വരുന്നത്, 2x + 3 എന്നുള്ള വാല്യൂ കൊടുത്താൽ റൂട്ട് ഓഫ് 2x + 3 + 1 എന്നുള്ളതായിട്ട് നമുക്ക് ജി ഓഫ് എക്സിനെ ഡിഫൈൻ ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഞാനിതിനെ ജി ഓഫ് എക്സ് ആയിട്ട് റീപ്ലേസ് ചെയ്യുക. അപ്പോൾ 1/g ഓഫ് എക്സ് എന്നുള്ള പോലെ എനിക്ക് കിട്ടി. അപ്പോൾ ഇവിടെ എനിക്ക് കിട്ടിയിട്ടുള്ളത് എച്ച് ഓഫ് ജി ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1/g ഓഫ് എക്സ് അല്ല, ഇവിടെ ജി ഓഫ് എഫ് ഓഫ് എക്സ് ആ വരിക അല്ലേ, കാരണം 1/f ഓഫ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് 1 അല്ലേ. അപ്പോൾ 1/g ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് വരും. എച്ച് ഓഫ് ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1/g ഓഫ് എഫ് ഓഫ് എക്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, എച്ച് ഓഫ് എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി കിട്ടിയ ഫംഗ്ഷനാണ് നമ്മുടെ എച്ച് ഓഫ് എക്സ്. എച്ച് ഓഫ് ജി എന്ന് പറയുന്നത് 1/g എന്നുള്ള പോലെയല്ലേ നമുക്ക് കിട്ടിയത്. അതായത് എച്ച് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണെന്ന് പറയാം, 1/x ആണെന്ന് പറയാം. അപ്പോഴല്ലേ എച്ച് ഓഫ് ജി ഓഫ് എഫ് ഓഫ് എക്സ് 1/g ഓഫ് എഫ് ഓഫ് എക്സ് ആവുള്ളൂ. സോ എച്ച് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഫംഗ്ഷനിൽ കിട്ടി, ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇങ്ങനെയാണെന്നുള്ളതും എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇങ്ങനെയാണെന്നുള്ളതും നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. അപ്പം ഇവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ഇങ്ങനെ എഴുതാൻ കഴിയില്ല. ഇവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. എഴുതിയതിൽ മിസ്റ്റേക്ക് വന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ജി ഓഫ് എക്സ് അല്ല റൂട്ട് ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് 1 വരുന്നത്, ജി ഓഫ് എഫ് ഓഫ് എക്സ് ആണ് റൂട്ട് ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് 1 വരുന്നത് കേട്ടോ. ജി ഓഫ് എക്സ് അല്ല. സോ ജി ഓഫ് എഫ് ഓഫ് എക്സ് ആണ് ഈ ഫംഗ്ഷൻ വരുന്നത്. അപ്പോൾ നമ്മളിവിടെ റീപ്ലേസ് ചെയ്യേണ്ട കാര്യം വരുന്നില്ല. ജി ഓഫ് എഫ് ഓഫ് എക്സ് റൂട്ട് എഫ് ഓഫ് എക്സ് പ്ലസ് 1 ആണെന്നുണ്ടെങ്കിൽ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് നമുക്ക് ഡയറക്റ്റ് കിട്ടും റൂട്ട് എക്സ് പ്ലസ് 1 ആണെന്നുള്ളത് കേട്ടോ. അപ്പോൾ അതൊരു മിസ്റ്റേക്കാണ്, സോറി ഫോർ ദാറ്റ്. ഇപ്പോൾ ജി ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് എഫ് ഓഫ് എക്സ് പ്ലസ് 1 എന്ന് പറഞ്ഞാൽ ജി ഓഫ് വൈ ഇസ് ഈക്വൽ ടു റൂട്ട് വൈ പ്ലസ് 1, ജി ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു റൂട്ട് സെഡ് പ്ലസ് 1 അങ്ങനെ നമുക്ക് പറയാം. സോ ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് എക്സ് പ്ലസ് 1 എന്ന് പറഞ്ഞിട്ടാണ് ഫംഗ്ഷൻ വരിക. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 2x + 3 വരും, ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് റൂട്ട് എക്സ് പ്ലസ് 1 വരും, എച്ച് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1/x എന്നുള്ളത് വരും. ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം. സോ ഇതതിൻ്റെ ആൻസർ കൊടുത്തതാണ് കേട്ടോ. എന്നിട്ട് ജസ്റ്റ് നിങ്ങൾ ഈ ഫൈനൽ ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഈ എച്ച് കോമ്പോസിഷൻ ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ഇത് തന്നെയല്ലേ ഈ ഒരു കിട്ടിയ, അതായത് അവർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഇത് തന്നെയല്ലേ കിട്ടണമെന്നുള്ളത് ഒന്ന് വെരിഫൈ ചെയ്തിട്ട് ആൻസർ കൺക്ലൂഡ് ചെയ്യാം കേട്ടോ. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. അടുത്ത ദിവസം നമുക്ക് ഇതിൻ്റെ ഗ്രാഫിംഗ് പഠിക്കാം. താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ. ബൈ ബൈ.